ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിന്ന് അത്ര ഹാപ്പി അല്ല. ബിക്കോസ് നമ്മളിന്ന് തിരിച്ച് ദുബായിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, പോവാതിരിക്കാനും പറ്റില്ല. നമ്മൾ 5 ദിവസത്തെ ഷോർട്ട് വെക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞിരിക്കുകയാണ്. സർപ്രൈസായിട്ട് വിസിറ്റ് ചെയ്തതും അതൊക്കെ എന്താ പറയുക, ജസ്റ്റ് ലൈക്ക് എ ഡ്രീം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയും ദിവസം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം 5 ദിവസത്തിനും ആരും വരാതിരിക്കുക എന്നൊക്കൊട്ടും തികയില്ല. എനിവേ നമ്മൾ കുറച്ചൊന്ന് കാണാനൊക്കെ പറ്റി അവരെല്ലാവരും. അപ്പം അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകാനായി. നമുക്ക് ഇന്ന് 12:45 ഫ്ലൈറ്റ് വന്നിട്ടുള്ളത് കാലിക്കറ്റിൽ നിന്നാണ്. അപ്പം 2 ഫാമിലി ഉണ്ട് ഇവിടെ നമ്മളെ കൊണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഡ്രസ്സ് മാറ്റാനായിട്ടൊന്ന് ഫ്രഷ് ആവാനായിട്ട് ഞാൻ കയറി വന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ വർത്തമാനത്തിലൊക്കെ എനർജി കുറച്ച് കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പം അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റട്ടെ. ഇയാളിതാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സാക്കി സിംബൻ്റെ കുട്ടിയാണ്. ഇപ്രാവശ്യം ഒരാളെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ദീപക് ഇതാ തകൃതി അയച്ചുള്ള പാക്കിംഗ് പരിപാടിയിലാണ്. അമ്മ ഇതാ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പോയി വരുമ്പം എത്ര സാധനങ്ങളല്ലേ, നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാറില്ലേ. അപ്പം ഈ ഉണ്ണിയപ്പം ഇതൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തിന് ഉണ്ടാവും ഉപയോഗിക്കാനായിട്ട്. ഇനിയിപ്പം അവിടെ നിന്നും അമ്മ വരുന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക കിലോ കൊണ്ടുപോകാൻ പറ്റും. ഒരാൾക്ക് 30 kg ആണല്ലോ, അപ്പോൾ അങ്ങനെ 60 kg കൊണ്ടുപോകാൻ പറ്റും, ഹാൻഡ് ഇൻക്ലൂഡ് ചെയ്യാതെ. ഇതും എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ക്യാമറേൻ്റെ അടുത്ത് വരാൻ എൻ്റെ ഡ്രസ്സ് ശരിയല്ല, അത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് പറയാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു സർപ്രൈസ് വന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു, എക്സെപ്റ്റ് മീ. ഇത് നല്ല പ്ലാൻഡ് ആയിരുന്നു. ഈ ഒരാൾ മാത്രം ഞാൻ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരെയും ഞാൻ വീട്ടിൽ പോയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതിയത് ദീതുവിൻ്റെ ഫ്രണ്ടാണെന്നുള്ളതാണ്. അതുകൊണ്ട് സർപ്രൈസ്ഡ് ഒന്നും ആവില്ല, കാരണം അവൾ പെട്ടെന്ന് പോയിട്ട് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഞാൻ ആളെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഞാൻ ആളെ കണ്ടത്. അപ്പോൾ അമ്മയ്ക്ക് എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ അമ്മു, വന്തികയാണ്. അമ്മു നിങ്ങൾ വിളിക്കും. അപ്പോൾ അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾ എറണാകുളത്ത് നിന്ന് നേരെ ട്രെയിനിന് തിരൂർ വന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിനെക്കാട്ടി മുന്നേ അവളെയും കൂടി കാണാൻ പറ്റി. അപ്പോൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പം നമുക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പം ഇനിയിപ്പം ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങാൻ വെച്ചിട്ടാണ്. ഇപ്പം സമയം അച്ഛൻ്റെ സമയം ഞാൻ ദുബായിലെ സമയം തന്നെ വെച്ചേക്കുന്നത്, മാറ്റിയിട്ടില്ല. അവിടെ 5:30, അപ്പോൾ ഇവിടെ 7 മണി ആയിട്ടുണ്ട്. നമുക്ക് 8 മണിക്ക് ഇറങ്ങണം. സോ നമുക്ക് താഴെ പോകാം. താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. നമ്മളെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു. അമ്മ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് തന്നെ ഇരുന്നപ്പോൾ ഇപ്പം അത് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു. അമ്മ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. 2 അമ്മമാരും അച്ഛന്മാരും എല്ലാവരും നമുക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഏട്ടൻ്റെ കുട്ടികൾക്കും അങ്ങനെ കുറച്ച് പേർക്കൊക്കെ സാധനം കൊടുക്കാനുണ്ട്. സോ എന്തായാലും നമ്മൾ പേരൻസ് നമുക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നു. സോ അതൊക്കെ ആലോചിക്കുമ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. സോ നമുക്ക് മൈൻഡ് പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാം. എനിവേ നമുക്ക് താഴെ പോകാം. ഓക്കെ. അപ്പോൾ അത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതാട്ടോ അച്ഛനും അമ്മയും അവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് എന്തുകൊണ്ടും നന്നായി, കാരണം നല്ല ബ്ലോക്കായിരുന്നു വഴിയിലെല്ലാം. അപ്പോൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ലേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 കാറിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കാരണം എല്ലാവരും 2 ഫാമിലിയും കൂടിയിട്ട് ഒരു കാറിൽ നമുക്ക് കൊള്ളില്ലായിരുന്നു. പിന്നെ ലഗേജ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ 2 കാറിലാണ് വന്നിരുന്നത് കേട്ടോ. അപ്പം അപ്പുറത്തെ കാറിൽ ദീപക് നീവൻ്റെ ഫ്രണ്ടാണ് അത് കേട്ടോ, വെങ്കി. അപ്പം അവരെ ഞാൻ ജസ്റ്റ് ഫോക്കസ് ചെയ്തതാണ്. അതൊക്കെ പോട്ടെ, ഞാനൊരു സംഭവം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എമിറേറ്റ്സ് ID ഞാൻ ഇവിടെ നിന്നല്ല, ഞാൻ ദുബായിൽ നിന്നേ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ എയർപോർട്ടിൽ ഞാൻ ദീപൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. കാരണം അവിടെ എയർപോർട്ടിൽ അങ്ങ് എത്തിയപ്പോഴാണ് ഞാൻ എമിറേറ്റ്സ് ID ഇല്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല അത് ആവശ്യമുള്ളൊരു എന്തോ ഒന്നും നമുക്കറിയില്ല, കാരണം ഞാൻ എമിറേറ്റ്സ് ID വെച്ചിട്ട് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഈ വെക്കേഷൻ ഇടയിൽ എനിക്ക് ആ പേടി ഉണ്ടായിരുന്നു, കാരണം അവിടെ നിന്ന് വരുമ്പം അത് ആവശ്യമില്ല എന്ന് ദീപക് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പം കുറേ പേരെ ഞാൻ വിളിച്ചു നോക്കി, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു നോക്കി, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനെ അങ്ങനെയൊക്കെ വിളിച്ചു നോക്കി. അപ്പം അവർ ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്കിൽ കൂടി നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ, എന്താവും എന്നുള്ളത്. അപ്പോൾ നമ്മളെ സ്ഥലങ്ങളല്ലേ, അപ്പോൾ ഇവിടെ ചോദിക്കോ അവിടെ ചോദിക്കോ, അവിടുത്തെ എയർപോർട്ടിൽ ചോദിക്കോ എന്നൊന്നും അറിയില്ല.
ഒക്കെ പോട്ടെ, നമുക്ക് തുടരാം. ഇപ്പം നോക്കിയ അമ്മേൻ്റെ മുഖം, അമ്മ എങ്ങനെയായാലും കരയും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും പിടിച്ചെടുക്കാനുള്ളൊരു കഴിവ് നന്നായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമ്മ നന്നായിട്ട് പൊട്ടിക്കരയും കേട്ടോ. ഇതും ഒട്ടും മോശമില്ല, പക്ഷേ അവളും ഓക്കെയാണ്. പക്ഷേ ആദ്യം പോകുന്ന അത്ര വിഷമം ഉണ്ടായിരുന്നില്ല. ഇനി ഇടയ്ക്ക് വരാമല്ലോ, കാരണം ഇനി നമ്മൾ കുറച്ചും കഴിഞ്ഞാൽ എന്തായാലും വരും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ ചെക്കിങ്ങൊക്കെ ഫസ്റ്റിലെ ചെക്കിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. പൈലറ്റ്സ് ആട്ടോ നടന്നു പോകുന്നത്. ചെക്കിങ് കഴിഞ്ഞു. നമുക്ക് ഇമിഗ്രേഷനിലേക്കാണ് പോകാൻ പോകേണ്ടത്. അതിൻ്റെ ഇടയിലൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരോ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സെയിം പേരിൽ എല്ലാം സെയിമാണ്. എൻ്റെ പോസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പം റിക്വസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണ്ട, മെസ്സേജ് വന്നാൽ റിപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ നെറ്റെല്ലാം ഓഫായിരുന്നു. അപ്പം ഞാൻ ഈ വിവരമൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോരുന്ന വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നത്. ഞങ്ങൾ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾക്ക് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു ഇവരിപ്പോൾ എന്തായി വിളിക്കുന്നത് എന്നുള്ളത്. ദുബായിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ് വിളിച്ചത് ആദ്യം. ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയൊക്കെ പുതിയൊരു ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. വെക്കേഷനല്ലല്ലോ, നമ്മളൊരു സ്വപ്നം കണ്ടത്. അത് ഉറങ്ങാൻ നേരത്തെ പോയി. നമ്മളിപ്പോഴാണ് പോയത്? നമ്മൾ 26 9 മണിക്കായിട്ടല്ലേ? 9 മണിക്ക് നമ്മൾ എടുക്കാൻ നേരത്തെ പോയി. രാവിലെ എണീറ്റ് അവിടെ എത്തി. രാത്രി 12 മണിക്ക് നമ്മൾ എണീക്കുമ്പോൾ നമ്മൾ അത്രേ പറയാൻ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ആകെ 5-6 ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, അത്ര നമുക്ക് ആഘോഷിക്കാനും പറ്റിയില്ല. പക്ഷേ ഓക്കെയാണ്. അത് നമുക്ക് 5 ദിവസം കൊണ്ട് നമുക്ക് സർപ്രൈസ് ആക്കി. അതൊരു ആഗ്രഹമായിരുന്നു. എന്തെങ്കിലും ഒരിക്കലും സർപ്രൈസ് ആക്കി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ദീപിൻ്റെ അടുത്തൊരു കോഫി വേണം എന്ന് പറഞ്ഞത്. ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മേടിച്ച് കൊണ്ടുവരുന്ന തരികയാണ് കേട്ടോ. അപ്പോൾ അതും കുടിച്ചു. കാരണം ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് കുടിച്ചതാണ്. അപ്പോൾ ഈ സമയത്തും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും എമിറേറ്റ്സ് ഐ ഡി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദീപികിൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നു എന്താവും എമിറേറ്റ്സ് ഐ ഡി എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, സെറ്റാവും, അതൊന്നുമില്ല. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിലൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വിഷമം ഉണ്ടായിരുന്നു, ഈ പോരുന്നതിൻ്റെ വിഷമം, അങ്ങനെ കുറേ. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അത് അത്ര പ്രശ്നമില്ല. എന്നാലും എനിക്കങ്ങനെ ഡീൽ ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. എന്തായാലും എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ട് അപ്പം തന്നെ അത് ഡീആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഗൈസ്. ദീപക്ക് പറയുന്നു ഏത് പൊട്ടനാണ് നിൻ്റെ അക്കൗണ്ടൊക്കെ വേറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഫാൻസ് ആയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ ഓക്കെ ആയി. പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ നമ്മൾ എമിറേറ്റ്സ് ഐഡിയുടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇമിഗ്രേഷനിൽ. പക്ഷേ അവർക്ക് അത് ഫോട്ടോ ഡോക്യുമെൻ്റായിട്ട് കാണിച്ചു കൊടുത്താൽ മതി. എന്തായാലും UAE പാസ് ഉള്ളതിൻ്റെ ഒരു ഉപകാരം, അതായത് UAE പാസിൽ നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് എമിറേറ്റ്സ് ഐഡി ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനത് കാണിച്ചു കൊടുത്തു. അവർ ഓക്കെ ആയി. വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ലായിരുന്നു. എവിടെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ജസ്റ്റ് ചോദിച്ചു. ഓക്കെ, അപ്പം അതൊക്കെ. ഇനി ദുബായിലെ കാര്യമാണ് എന്താവും എന്നറിയാത്ത. ഇത് നോക്കിയാൽ ടേക്ക് ഓഫിൻ്റെ ടൈം ആട്ടോ. ഭയങ്കരമായിട്ട് ജർക്കിങ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല എന്താ പറയുക, ഒരു പേടിയാണ് ടേക്ക് ഓഫിൻ്റെ സമയത്തും. എപ്പോഴും ഫ്ലൈറ്റ് കയറുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പം കണ്ടില്ലേ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ, അതൊക്കെ മനസ്സിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയാണ്. അവിടെ എത്തിയാൽ എത്തി, അത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ അപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എത്തി. അങ്ങനെ ഞാൻ കാലിക്കറ്റിന് ബായ് ഒക്കെ പറഞ്ഞു. എപ്പോഴും നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പം ഒരു എന്താ പറയുക, ഒരു വിഷമമാണല്ലേ. അങ്ങനെ ഇപ്പോൾ ദീപക്ക് ആസ് യൂഷ്വൽ ഉറങ്ങാനുള്ള പരിപാടിയാണ്. ആൾ ഉറങ്ങും ചെയ്യും കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൻ്റെ ആ നെക്കിലിടാനുള്ള സാധനം ഞാൻ വീട്ടിൽ വെച്ചിട്ട് മറന്നുപോയി. അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ദുബായ്ക്ക്. ഇപ്രാവശ്യം എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി, അതുണ്ടെങ്കിൽ കുറച്ച് സുഖത്തിൽ ഉറങ്ങാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ച് സ്ലീപ്പൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുക്കും. ഒന്ന് സെറ്റായിട്ടൊക്കെ എനിക്ക് കിട്ടുമല്ലോ. അത് കയറിയ പാട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. കണ്ടോ, ദീപക്കും ഉറങ്ങാനുള്ള തത്രപ്പാടിലാണ്. എനിക്ക് ബോറടിക്കുന്നുള്ളത് എന്തായാലും ഉറപ്പാട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്തായാലും കുറച്ചൊക്കെ ഉറങ്ങി. ഒരുപാടൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. എന്നാലും പിറ്റേ ദിവസം നമുക്ക് വർക്കിന് കയറണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മുടെ ഒമാൻ എത്തിയിട്ടുണ്ട്. എന്നും കാണുന്ന പോലെ ദുബായിയുടെ മുന്നേ ഒമാൻ കാണുന്ന സമയത്ത് ദുബായ് ഏകദേശം ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് എത്താനായി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ. അങ്ങനെ അതാ നമ്മുടെ UAE എത്തി, ദുബായ് എത്തി. നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് എത്തി. എനിക്ക് 3 മണിക്കാണ് കേട്ടോ വർക്ക് വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഉറങ്ങി ഫ്രഷായി നിൽക്കാനുള്ള ടൈം ഉണ്ടാവും. ദീപന് രാവിലെ പോകണം. അപ്പം അതിൻ്റെ ഒരു ചടപ്പുണ്ട്. എനിക്ക് പിന്നെ ഉറങ്ങി പോകാമെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് എമിറേറ്റ്സ് ഐഡിയുടെ ആവശ്യം വരുമോ എന്നുള്ളൊരു ടെൻഷൻ എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടോ?
എന്തായാലും ആരൊക്കെ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എനിക്കതൊരു പേടി തന്നെയാണ്. ഷാർജ എയർപോർട്ടിലാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ല അതവിടെ ചെക്കിങ് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. അവിടെ എമിറേറ്റ്സ് സൈഡിൽ ആവശ്യം വന്നില്ല. നമ്മൾ ആസ് യൂഷ്വൽ UAE പാസിൽ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും കാണിച്ചു കൊടുത്തു. അപ്പം എന്താണ് നിന്നുള്ള ഗുണപാഠം? എമിറേറ്റ്സ് സൈഡ് എങ്ങാനും മറന്നാലും കുഴപ്പമില്ല, UAE പാസിൽ കാണിച്ചു കൊടുത്താൽ മതി, ഒരു പ്രശ്നമില്ല, അത്രയേ ഉള്ളൂ, നോ പ്രോബ്ലം. പക്ഷേ പാസ്പോർട്ട് എടുക്കണം കേട്ടോ കേസ്. ഞാൻ എമിറേറ്റ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ അവൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ വിചാരിക്കല്ലോ, ഓൺലി എമിറേറ്റ്സ് സൈഡ്. ഓക്കെ, അപ്പം അത് അങ്ങനെ. പിന്നെ നമ്മൾ ലഗേജ് എല്ലാം എടുത്തു. നമ്മളിതാ നേരെ നമ്മളെ ഹോമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം എപ്പോഴും ഇതൊരു സെക്കൻഡ് ഹോമാണ്. ഇപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഫീൽ ഉണ്ടായി, കൂടെ വിഷമമുണ്ട്. ഇനി അതൊന്ന് ശരിയാവാൻ വേറെ കുറച്ച് ടൈം എടുക്കണം. അപ്പോൾ അതാ നമ്മളെ മുനിസിപ്പാലിറ്റി, ഇത് ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടതാവും ബിഫോർ നമ്മൾ വീടിനെത്തുന്ന കാട്ടി മുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.